മനോഹരമായ ഒരു ടെസ്റ്റ് ആയിരുന്നു. ലാസ്റ്റിൽ നമ്മൾ കൊണ്ടു നിർത്തിയേക്കുന്ന എൻഡിങ് ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ദൃശ്യം 4 നമുക്ക് തന്നെ രോമാഞ്ചം കൊണ്ടുന്ന രീതിയിലേക്കാണ് ടെസ്റ്റ് വന്ന് നിർത്തിയേക്കുന്നത്. തീർച്ചയായും ഹാപ്പി ബർത്ത്ഡേ ആൾസോ. എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു ഫാമിലി എന്റർടൈനർ മൂവി. 100%. അതാണല്ലോ ടൈലന്റ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ദൃശ്യം 4 വരാനുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഉണ്ട്. ജിത്തു ജോസഫിനും ആന്റണി പെരുമാളും എക്സ്പെഷ്യലി ലാലേട്ടനും 100% വന്ന് കാണാം നിങ്ങൾക്ക്. പടം ഫസ്റ്റ് ഹാഫ് സീരിയസ്ലി സത്യം പറഞ്ഞാൽ ലാഗായിരുന്നു, ഉള്ള കാര്യം പറയില്ല. പക്ഷേ സാധനം കുഴപ്പമില്ല. സെക്ടോമ്പ് കയറി കൊടുത്ത് സ്ഥിരം അങ്ങനെ പടം പോലെ തന്നെ. പക്ഷെ ലാസ്റ്റ് ടൈലുണ്ട്, ഇങ്ങനെ പണിയിലൊന്നും 4 പോയും കൊണ്ടേ പോകുള്ളൂ. പടം സൂപ്പറാണ്, പക്ക സാധനം. ഇനി ഈ സാധനം കൊണ്ട് മെയിൻ കോണി പറഞ്ഞാൽ അതൊന്നും പറയാൻ സ്പോയിലറായി പോകും. വിഷയം പടയും കറങ്ങി തിരിഞ്ഞ് വരുമ്പോ എല്ലാവരും ഉണ്ടാവും. കാണാൻ വേണ്ടി വരല്ല ചേട്ടാ. ഫസ്റ്റ് സെക്കൻഡ് കണ്ടിട്ട് കാണാൻ വേണ്ടി ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് മാത്രമാണ്. എനിക്ക് ഇതിനകത്ത് ഒരു വലിയൊരു സിനിമയിൽ തോന്നില്ല. ഫസ്റ്റ് സെക്കൻഡും കണ്ടിട്ട് നിങ്ങൾ തേടുക കാണുമ്പോഴേ ഈ സെക്കൻഡ് ഹാഫ് പകുതി വരെ കൊള്ളാം. അത് കഴിയുമ്പോഴത്തേക്കും ജിത്തു ജോസഫ് അവന്റെ സെക്കൻഡ് ഹാഫിൽ മറ്റേ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാക്കിയ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതുപോലെ ഇതല്ല. നമ്മളെ ജോർജ് കുട്ടി ഇതല്ല. അപ്പൊ സിനിമ കണ്ടു നോക്കുന്നത് ഇവര് പറയുന്നത് നിങ്ങൾ കേൾക്കരുത്, വിശ്വസിക്കരുത്. ഞാൻ നല്ല പടമാണെങ്കിൽ നല്ല പടം എന്ന് പറയും. ഫസ്റ്റ് ഹാഫുമുള്ള സെക്കൻഡ് ഹാഫിന്റെ പകുതി വരെ നല്ല ത്രില്ലായിട്ട് പോയിക്കൊണ്ട് സിനിമ അതിനെ കൊണ്ടൊന്ന് ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുറച്ച്. സത്യം ലാലേട്ട ഫാൻസൊക്കെ ചിലപ്പോൾ നല്ലത് പറയുമായിരിക്കും, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. റിവ്യൂവേഴ്സ് പറയുന്നത് കേട്ടോ തോന്നുന്നത് കീറി മുറിക്കും ഇതിനെ. ഇത് വെറുതെ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. ഇടയ്ക്കൊക്കെ ചിരിയാണ്. നമ്മുടെ പേരെന്ത് പ്രഭാകറിന്റെ ചൊറിച്ചിൽ എന്ന് പറയുന്നത് സിനിമയെ ഒറ്റവാക്കി. സത്യം അത്രേ പറയാനുള്ളൂ. സിനിമ കണ്ടാൽ മുതലാവും. കാരണം സെക്കൻഡ് ഹാഫിന്റെ പകുതി വരെയും കൊള്ളാൻ പടം. പിന്നെ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാ വാരി വലിച്ച് ലാലേട്ടൻ സ്വന്തം മോളെ അടിച്ച് കൊല്ലാതാക്കിയിട്ടിരിക്കുന്നത്. പടം സൂപ്പർ പടം. പുള്ളി എന്താ പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷെ ജീത്തു ജോസഫ് ഹാറ്റ്സ് ഓഫ്. കാരണം മിറാഷൊക്കെ ചെയ്തപ്പോൾ ഞാൻ വെച്ചാൽ ദൃശ്യം വരെ എങ്ങനെയാക്കാം. കിടിലം പടം. കാരണം ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടാക്കിയെടുത്ത് ലാലേട്ടൻ അസാധ്യ പെർഫോമൻസ്, അസാധ്യ. ദൃശ്യം 2 മേലുള്ള ട്വിസ്റ്റ് എല്ലാവരും മസ്റ്റ് വാച്ചാണ്. ഹൈലി ഇമോഷനാണ്, ഹൈലി ട്വിസ്റ്റ് ആണ്. മലയാള സിനിമയുടെ വീണ്ടും ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാൻ ദൃശ്യം 3 വന്നിരിക്കുന്നു. ഷുവർ ഷോട്ട് ഹിറ്റ്. ആദ്യം ലാലേട്ടന് ഹാപ്പി ബർത്ത്ഡേ അറിയിക്കട്ടെ. ലാലേട്ടന്റെ സിനിമയെല്ലാം ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഡേ കാണും. ഇതിന് സൂപ്പറാണ്. എല്ലാവരും അവരുടെ കഥാപാത്രങ്ങൾ നല്ലപോലെ അഭിനയിച്ചു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇന്നലെ ഏഷ്യാനെറ്റ് മൂവീസിലെ ദൃശ്യത്തിന് 1ഉം 2ഉം കാണിച്ചു. അപ്പൊ ഞങ്ങൾക്ക് നല്ല ഓർമ്മ വന്നു. എനിക്ക് തോന്നുന്നു 3ാമത്തെ ആണെന്ന് തോന്നുന്നു, ഒന്നുകൂടെ നല്ലതെന്ന് തോന്നുന്നു. എല്ലാവരും അവരവരുടെ കഥാപാത്രങ്ങൾ നല്ലപോലെ കാണിച്ചു. ലാലേട്ടന് നന്ദി, ജിത്തു ജോസഫിന് അതിന് നന്ദി. ഇനി 4ാമത്തെ ദൃശ്യത്തിന് ഞങ്ങൾ കാത്തിരിക്കുവാണ്. ലാലേട്ട ഹാപ്പി ബർത്ത്ഡേ. അടിച്ചു പൊളിച്ചു, സൂപ്പർ. എല്ലാരും നല്ലപോലെ അഭിനയിച്ചു. എല്ലാരും കഥാപാത്രം അവരെ നല്ലപോലെ കാണിച്ചു. ഞാൻ ഹാപ്പിയാണ്, എന്റെ മോനും ഹാപ്പിയാണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പടം അടിപൊളിയാണ്. എന്തായാലും വന്ന് കാണണം. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ കത്തിച്ചിട്ടുണ്ട്. ലാലേട്ടന്റെ ആക്ടിങ് എല്ലാം നൈസാണ്. പിന്നെ ഒരു കമ്പാരിസൺ വരണ്ട. 1 ഉം 2ന്റെ ആ ഒരു പഞ്ചിൽ വരണ്ട. ആ ഒരു കമ്പാരിസൺ വേണ്ട. പക്ഷെ പടം നൈസാണ്. നല്ലൊരു ഇന്റർമിഷൻ ഉണ്ട്, നല്ലൊരു ക്ലൈമാക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഫസ്റ്റ് സെക്കൻഡിന്റെ ആ ലെഗസിയിൽ അത്ര വന്നോന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 200 കോടി അടിക്കുന്നതാണ്. പക്ഷെ ലോക്കേനെ കവർ ചെയ്തിട്ട് പാടായിരിക്കും തോന്നുന്നു. എവിടെ ഒരു ചെറിയൊരു മിസ്സിംഗ് ഉണ്ട് 1 ഉം 2ഉം വെച്ച്. പക്ഷെ മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. ലാലേട്ടൻ ഹാപ്പി ബർത്ത്ഡേ. പടം മൊത്തത്തിൽ നൈസാണ്. ഉണ്ട് ജിത്തു ജോസഫിന്റെ. പിന്നെ ആ ഒരു സെയിം ജേണലാണ് നമ്മൾ കാണുന്ന 1 ഉം 2ലും തന്നെയാണ്. പിന്നെ 1 ഉം 2ലും കുറച്ചും കൂടെ നമ്മൾ എൻഗേജിങ് ആക്കിയിട്ടുണ്ട്. അതിലൊരു ചെറിയൊരു ലാപ്സ് ഉണ്ട്. പക്ഷെ നല്ല നൈസ് ക്ലൈമാക്സ് ഉണ്ട്, നല്ല ഇന്റർവൽ പഞ്ച് ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ. എന്തായാലും ലാലേട്ടന്റെ നല്ലൊരു പിറന്നാൾ സമ്മാനം. അടിപൊളി സാധനം. ഇടു ജിത്തു ജോസഫ് പറഞ്ഞു ഒരു എക്സ്പെക്ടേഷൻ വേണ്ടെന്ന് പറഞ്ഞ് വന്നു. ബട്ട് ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ചിലപ്പോൾ ഇത് കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കേൾക്കരുത്. തിയേറ്റർ പടം നമ്മൾ ആരും വിചാരിക്കാത്ത ഇജാതി ട്വിസ്റ്റും സൂപ്പർ ഇറ്റ് തിയേറ്റർ തന്നെ പോയി കാണണം. വീട്ടിൽ ഇരുന്ന് OTT വരുന്നവരാരും കാത്തിരിക്കരുത്. തിയേറ്റർ തന്നെ പോയി കാണണം. വെരി ഗുഡ്. ഹാറ്റ്സ് ഓഫ് ടു ജിത്തു ജോസഫ്. ഇങ്ങനെ പോയാൽ 100 അല്ല, അതിന്റെ അപ്പുറത്ത് പോവും ഉറപ്പാ. എനിക്ക് എന്തിനോ വേണ്ടി എടുത്തോളം എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വെച്ചാൽ പാർട്ട് 2 തന്നെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. 1 ഉം 2 വെച്ച് നോക്കുമ്പോഴത്തേക്കും 1 ഉം 2 തന്നെയാണ് ബെറ്റർ. 3 വെച്ച് നോക്കുമ്പോഴത്തേക്കും
അതായത് ക്ലൈമാക്സ് നേരത്തെ ജിത്തു ജോസഫ് പറഞ്ഞല്ലോ ക്ലൈമാക്സ് കയ്യിലുണ്ടെന്ന്. അത് അതുപോലെ തന്നെ ക്ലൈമാക്സിന് വേണ്ടി മാത്രം അടുത്തൊരു പടം പോലെ ഫീൽ ചെയ്ത് ഭയങ്കരമായ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ചുമ്മാ കണ്ടുപോകാൻ പറ്റിയൊരു പടം അത്രേ ഉള്ളൂ. 1 ഉം 2 ഉം തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഇല്ല, പ്രതീക്ഷയില്ല. ദൃശ്യവും ലാലേട്ടൻ ഇത് രണ്ടും ഒരു ബ്രാൻഡാണ്. അത് വെച്ച് നോക്കുമ്പോൾ ജിത്തു ജോസഫിന്റെ അവസാനം വെച്ച പടങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ 3 അവിടെ ഇവിടെ കൂടെ അവിയൽ പരിപാടിയാണ് നിർത്തിയിരിക്കുന്നത്. 1 ഉം 2 ഉം തന്നെ ഏറ്റവും ബെറ്റർ. പടം നന്നായിട്ട് പോകുന്നുണ്ട്. ഇതിനകത്ത് വിമർശനം വരുന്നതിന്റെ ആവശ്യം എന്നറിയാവോ? എന്തെങ്കിലും ഒന്ന് കാര്യം പറയും. പടം സൂപ്പർ ഫിലിം മസ്റ്റ് വാച്ച്. നിങ്ങൾ കാണേണ്ട സിനിമയാണ്. ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ജോർജ് കുട്ടി എന്ന കഥാപാത്രം ഇപ്പം 4ാമത്തെ ഒരു പാർട്ടിലേക്ക് പോകാനുള്ള ഒരു കയറ്റിങ്ങിൽ നിൽക്കുന്നത് പടം തൂക്കിയിട്ടുണ്ട്. കാരണം വളരെ സൈലന്റ് മോഡലാണ് പോകുന്നുണ്ടെങ്കിലും ദൃശ്യത്തിന്റെ എല്ലാ ചേരുവകളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. പടം തൂക്കിയിട്ടുണ്ട്. കിടിലൻ സിനിമ മസ്റ്റ് വാച്ച്. നമ്മൾ ഫാമിലിയായിട്ട് ഉറപ്പായിട്ടൊന്ന് കാണുന്ന സിനിമ ഒന്നുമില്ല. ആ 2വിനേക്കാൾ ഡെഫിനറ്റ്ലി. കാരണം അറിയാവോ, ഈ പടം സ്ലോ മൂഡിലാണ് പോകുന്നത്. ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ജോർജ് കുട്ടി എന്ന കഥാപാത്രം അത് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുള്ളത് ക്ലൈമാക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പടം നല്ല രീതിയിൽ കൊളുത്തിയിട്ടുണ്ട്. ലാലേട്ടന് നല്ലൊരു പിറന്നാൾ ആശംസകൾ. ഈ പടം ഈ ദിവസം തന്നെ ഇറക്കാൻ സാധിച്ചാൽ അതിയായ സന്തോഷമുണ്ട്. ഇവിടെ വെച്ച് അവസാനിക്കുന്ന ചോദ്യത്തിന് വിരാമം വിട്ടുകൊണ്ട് ഇനിയൊരു ചാൻസ് കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം. ദൃശ്യം 4ലേക്ക് വെയിറ്റ് ചെയ്യാം. സംശയമില്ലാത്ത കാര്യമാണല്ലോ. പടം ഇറങ്ങുന്ന മുമ്പ് തന്നെ 10-25 കോടി ആയി പ്രീ ബുക്കിംഗിൽ. ആരെ കൊണ്ട് സാധിക്കും മലയാള സിനിമയിൽ ഇത്തരത്തിലൊരു അച്ചീവ്മെന്റ്സ്? അടിപൊളി, നല്ല പടം. എക്സ്പീരിയൻസ് നല്ല. എന്റെ ദൃശ്യത്തിന്റെ എന്റെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണിത്. ഞാൻ ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ കാണാൻ പറ്റില്ല. സെക്കൻഡ് OTT ആയിരുന്നു. തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോഴും കാണാൻ പറ്റിയില്ല. ഇത് ആദ്യത്തെ 2 പാർട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഫാമിലി ഓറിയന്റഡ് ആണ്. നമ്മൾ ദൃശ്യം എന്ന് പറയുന്ന ഒരു മൂവിയിൽ എക്സ്പെക്ട് ചെയ്യാത്ത ലാലേട്ടനെ നമ്മുടെ ആ ക്ലൈമാക്സോട് അടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒരു മകളെ രക്ഷിക്കാൻ അച്ഛൻ ഏതറ്റം വരെയും പോകും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. എനിക്ക് തന്നെ ലിറ്ററലി സ്പീക്കിംഗ് ഞാൻ കരഞ്ഞുപോയി ലാസ്റ്റ്. ഇമോഷണൽ. നമുക്കൊരു ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം പടം മൂവ് ചെയ്യുമ്പോഴേ ആദ്യം കുറച്ച് സ്ലോ ആയിട്ട് വരുമ്പോഴേ നമുക്കറിയാം ദൃശ്യം നമുക്ക് അറിയാം ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും മസ്റ്റായിട്ട് തിയേറ്ററിൽ കാണണം. 1, 2വിനേക്കാളും ഒരു വേറൊരു ലെവലിലാണ് 3. നല്ല മൂവിയാണ്. എൻഗേജിങ് ആണ്. നല്ല ഇമോഷണൽ ഇതുകൊണ്ട് ട്വിസ്റ്റും ഉണ്ട്. നല്ല മൂവിയാണ്. മസ്റ്റ് വാച്ചാണ്. സ്പോയിലേഴ്സ് ഒന്നും ആരും ഇടരുത്. അത്രയും എൻഗേജിങ് ആവണമെങ്കിൽ സ്പോയിലേഴ്സ് കാണാതെ പെട്ടെന്ന് തന്നെ കാണണം. നല്ല മൂവിയാണ്. ലാലേട്ടൻ പൊളിച്ചു, ഒരു രക്ഷയില്ല. 2026 തൂക്കി. 2വിനേക്കാളും ബെറ്ററാണ്. 1നേക്കാളും ബെറ്റർ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ 2വിനേക്കാളും ബെറ്ററാണ്. പടം ഒരു ആവറേജ് ആണെങ്കിൽ ആ ലാസ്റ്റ് 20 മിനിറ്റ്സ് ആണ് കൊണ്ടുവന്ന് പടത്തിന്റെ വേറെ ലെവലാക്കി തന്നത്. അടിപൊളിയായിരുന്നു മൂവി. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഇനി അടുത്ത ഒരു പാർട്ട് 4 കൂടെ വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇനിയെങ്കിലും ആ ഗീതാ പ്രഭാകർക്ക് ഈ ഒരു കേസ് അങ്ങ് വിട്ടൂടെ. പാവം ജോർജ് കുട്ടി അങ്ങ് വെറുതെ വിട്ടൂടെ എന്നാണ് തോന്നി പോകുന്നത്. വീണ്ടും ഓരോന്നും പിടിച്ചോണ്ട് വല്യാൾ പിടിച്ചോണ്ട് വരുന്നത് പോലെയാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. കണ്ടിരിക്കാൻ സൂപ്പറായിരുന്നു. നല്ല സിനിമയായിരുന്നു. ലാലേട്ടൻ എപ്പോഴത്തെയും പോലെ തന്നെയാണ്. അടിപൊളിയായിരുന്നു. എല്ലാത്തിലുപരി ഒരു അച്ഛൻ മകൾക്ക് വേണ്ടിയിട്ട് ഏത് എക്സ്ട്രീം വരെ പോകുമെന്ന് ഒരു മൂവിയിലൂടെ നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളത് പോലെ തന്നെയാണ് തോന്നുന്നത്. കാരണം ലാലേട്ടന്റെ പീക്ക് ലെവൽ പെർഫോമൻസ് തന്നെയാണ്. 1, 2, 3 ആയി. ഇനി ചിലപ്പോൾ 4 വരാൻ ചാൻസ് ഉള്ളതായിട്ടാണ് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ അങ്ങനെയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി അവസാനിക്കുന്നതായിട്ട് തോന്നുന്നില്ല. എന്തായാലും അടിപൊളിയായിരുന്നു മൂവി. എന്തായാലും കൊള്ളാം. അടിപൊളിയായിരുന്നു. ഇതിനകത്ത് നമ്മുടെ സഹദേവനൊക്കെ വരുന്നുണ്ട്. അയാളെ കാണുമ്പോഴത്തേക്കും വലിച്ചു കീറാനുള്ള ദേഷ്യമാണ് വരുന്നത്. ഫസ്റ്റിലുണ്ടായിരുന്നതിന്റെ കാട്ടി ഇരട്ടി ദേഷ്യമാണ് വരുന്നത്. അത്രയ്ക്കും ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു സഹദേവൻ എന്നുള്ള ക്യാരക്ടർ വീണ്ടും വന്നപ്പോഴത്തേക്കും. അതുപോലെ തന്നെ ഈ കേസ് വീണ്ടും പിടിച്ചോണ്ട് വരുന്ന നൂലാമാലകളൊക്കെ വരുമ്പോഴത്തേക്കും ദേഷ്യം വരും. അയ്യോ ഇങ്ങനെയാണോ എന്നൊക്കെ ഉള്ളത്. അടിപൊളിയായിരുന്നു മൂവി. എന്തായാലും ലാസ്റ്റ് 20 മിനിറ്റ്സ് കൊണ്ടാണ് തൂക്കിയത്. എന്തായാലും സൂപ്പറായിരുന്നു. ഒരിക്കലും നിരാശപ്പെടുത്തിയില്ല. പുള്ളിക്കാരന്റെ ഉള്ളിലുള്ള ഒരു ക്രിമിനൽ മൈൻഡ് ഏതൊക്കെ ലെവല് പോയിട്ടുണ്ടെന്ന് നമ്മൾ തന്നെ ഇരുന്ന് ആലോചിച്ചു. ഈശ്വര ഇങ്ങനെ ഒരു കേസിനെ കൊണ്ടുപോവാലോ എന്നാണ് നമ്മൾ ആലോചിച്ചത്. അടിപൊളിയായിരുന്നു സിനിമ. സൂപ്പറായിരുന്നു. പടം തൂക്കി. ലാസ്റ്റ് 20 മിനിറ്റ് ലാലേട്ടൻ തൂക്കി. കാരണം ജിത്തു ജോസഫിന്റെ ആ ഒരു ക്രിമിനൽ മൈൻഡ് നമ്മൾ കാണുന്നത് ലാസ്റ്റ് ക്ലൈമാക്സിലായിരിക്കും. ആൻഡ് ഏതൊരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു അച്ഛൻ വേണം. കാരണം ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാന്ന് ഇങ്ങനെ ഒരു അച്ഛൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിലും ഇറങ്ങാൻ നമ്മൾ പ്രാപ്തരാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു അച്ഛൻ ഏതൊരു പെൺകുട്ടികളും ആഗ്രഹിച്ചു പോവും. ലാലേട്ടന്റെ അഭിനയം വേറെ ലെവല് മക്കളെ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിമാണ്. 1, 2, 3യിലും നമുക്ക് മടുപ്പിക്കുന്നതായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ആൻഡ് ആവറേജ് പടം. 2വിനേക്കാളും മേളിൽ നിൽക്കുമെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് കാരണം മേക്കിംഗ് ഒക്കെ ഇതിനകത്ത് അടിപൊളിയാണ്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ ജിത്തു ജോസഫിന് ആ ഒരു ക്രിമിനൽ മൈൻഡ് ആണെങ്കിൽ ലാസ്റ്റ് 20 മിനിറ്റ്സ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അടിപൊളി പടം.
കൊള്ളാം 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 നല്ല നല്ല സിനിമ. ആ വൃത്താണ് ചേട്ടാ, ഇത് കാറിൽ കയറാനായിട്ട് കൂടുതൽ സഹായാവസ്ഥയൊക്കെ ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. ലൈക്ക് ഈ ക്രൗഡ് കണ്ടില്ലേ, സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി. ഹൈപ്പ് വരാൻ കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വാസ് ദാറ്റ് ഗ്രേറ്റ്. ഒബ്വിയസ്ലി ദ തേർഡ് ഇസ് ഗോയിങ് ടു ബി ഈവൻ ഗ്രേറ്റർ ദാൻ ദാറ്റ്. സോ ഇറ്റ് വാസ് റിയലി നൈസ്. ഒരു ഫ്ലോ ഉണ്ട്. നമുക്ക് ഒരിക്കലും ലൈക്ക് ഓക്കെ ദിസ് ഇസ് ഗോയിങ് ടു ഗെറ്റ് ലാഗ് എന്നൊരു ഫീലിംഗ് വരത്തില്ല. ഇറ്റ്സ് ഗ്രേറ്റ്. ലാൽ സർ വാസ് ഗ്രേറ്റ്. എവ്രിവൺ വാസ് ഗ്രേറ്റ്. ഇറ്റ് വാസ് ഗ്രേറ്റ്. അത് ലൈക്ക് ആ ഒരു കൺസിസ്റ്റൻസി, ലൈക്ക് ആ ഒരു ലൈക്ക് എന്താ ഒരു ഹെൽപ്ലെസ്നെസ് ഉണ്ടല്ലോ ആ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ത്രൂ ആയിട്ട് ആ മനുഷ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. റിയലി ഗ്രേറ്റ്. ഒരിക്കലും ഇല്ല. ജിത്തു ജോസഫ് മൂവീസ് കാണുന്നവർക്ക് അറിയാം ആ ട്വിസ്റ്റ്. നമ്മൾ ചിന്തിക്കുന്ന അപ്പുറമാണ് ആ മനുഷ്യൻ നിൽക്കുന്നത്. ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. ഇറ്റ്സ് നൈസ് മൂവി. എവരിവൺ ഹാസ് ടു വാച്ച് ഇറ്റ്. റിയലി നൈസ് ട്വിസ്റ്റ് ആണ്. ലൈക്ക് ഇറ്റ്സ് റിയലി നൈസ്. ഫാമിലി മൂവിയാണ്. ആ ഒരു വലിയ പ്രേക്ഷക പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു രീതിയിലുള്ള ഓഡിയൻസും ഉണ്ട്, ഫാൻസ് ഉൾപ്പെടെ ഉണ്ട്. ആ ഫാൻസിന്റെ ബലവും കൂടി കാണാൻ കഴിയും. കൂടുതൽ പ്രതികരണങ്ങൾ നോക്കാം. എന്തായാലും കൊള്ളാം, എന്തായാലും കാണുക, അത്ര തന്നെ. പടം ഒരു ഫാമിലി മൂവി, അത് ആ ഒരു രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ട്വിസ്റ്റ് കൊള്ളായിരുന്നു, പക്ഷേ അതിന് മുമ്പത്തെ സീനുകളാണ് പ്രശ്നം. പടം കുറച്ച് നല്ല രീതിക്ക് ലാഗ് ആക്കിയിട്ടുണ്ട്, അതാണ് കുഴപ്പം. പിന്നെ ഒരു എബോ ആവറേജ് ഫീൽ ഉണ്ട്. എല്ലാവർക്കും ഫാമിലിയൊക്കെ ഒന്ന് കണ്ടാൽ എന്തായാലും ഇഷ്ടപ്പെടും. അത്രേ ഉള്ളൂ. അല്ല, എനിക്കിപ്പോഴും എന്റെ ഫേവറേറ്റ് ദൃശ്യം 1 തന്നെയാണ്. അതിന്റെ താഴെ 2 വരും, അതിന്റെ താഴെ 3 വരുള്ളൂ. സംഭവം ഈ ഒരു ട്വിസ്റ്റിലോട്ട് കൊണ്ട് എത്തിക്കാൻ വേണ്ടി പണം നല്ല രീതിക്ക് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്, അതാ പ്രശ്നം. അവസാനത്തെ ഒരു അരമണിക്കൂർ കൊള്ളാം, ഓക്കെയാണ്, അടിപൊളിയാണ്, നല്ല ട്വിസ്റ്റ് ഉണ്ട്. ജിത്തു ജോസഫിന്റെ മെയിൻ സാധനം തന്നെയാണ്, നല്ല അടിപൊളി ട്വിസ്റ്റ് ഒക്കെയാണ്. പക്ഷെ അതിന് മുന്നോട്ട് നോക്കി എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫിലൊക്കെയായാലും ഒന്നുമില്ല. പിന്നെ കുറച്ച് ഫണ്ണ്, കോമഡി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തായാലും ലാസ്റ്റ് മൂവി കണ്ടു കഴിയുമ്പോൾ ആ ഒരു ട്വിസ്റ്റ് ഒക്കെ കാരണം മൂവി സാറ്റിസ്ഫൈഡ് ആവും എന്തായാലും. അങ്ങനെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല മൂവിയാണ്, എല്ലാവരും വന്ന് കാണണം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, കൊള്ളാം. അല്ല, ഹൈപ്പിലുകൾ അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ അല്ലേ. ഇപ്പം ഫസ്റ്റ് ഹാഫ് അവർ നല്ലപോലെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സെക്കൻഡ് ഹാഫിന് വേണ്ടി. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ട്വിസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ അതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ജോർജ് കുട്ടിക്ക് ഏറ്റവും വലുത് തന്റെ ഫാമിലിയാണ്. തന്റെ ഫാമിലി നഷ്ടപ്പെടാതിരിക്കാൻ അയാൾ ഏതറ്റം വരെ പോകുന്നുള്ളതാണ് ഈ സിനിമയിൽ നന്നായിട്ട് കാണിച്ചിരിക്കുന്നത്. നല്ലൊരു പടം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.